ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചെറിയ അധ്യായങ്ങൾ പാർട്ട് 3 ആണ്. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക് കേരളത്തിലെ നീളം കൂടിയ നദികളാണ്. കേരളത്തിലെ നീളം കൂടിയ നദികൾ എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണം ഉള്ളത്. മെയിനായിട്ട് അതിന് ഉത്ഭവവും പതനവും ആണ് പഠിക്കുന്നത്. ഓക്കെ, പെരിയാറാണ് ഒന്നാമത്. ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. 244, 244 കിലോമീറ്റർ നീളമുള്ളതാണ് പെരിയാർ. ഉത്ഭവം എവിടെയാണ്? പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശിവഗിരി മലയാണ്. ശിവഗിരി മല. പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശിവഗിരി മല. പതനം എവിടെയാണ്? പതനം കൊടുങ്ങല്ലൂർ കായലാണ്. പതനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കായൽ. പെരിയാറ് ശിവഗിരി മല. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം, പതനം കൊടുങ്ങല്ലൂർ കായലിൽ. പെരിയാർ 244 കിലോമീറ്റർ. ഭാരതപ്പുഴ ഉത്ഭവം എവിടെയാണ്? ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയിലാണ്. പതനം എവിടെയാണ്? അറബിക്കടലിലാണ്. നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. അപ്പൊ രണ്ടാമത്തത് ഭാരതപ്പുഴയാണ്. ഒന്നാമത് പെരിയാർ, രണ്ടാമത് ഭാരതപ്പുഴ 209 കിലോമീറ്റർ. ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയാണ്. പതനം എന്ന് പറയുന്നത് അറബിക്കടലാണ്. അറബിക്കടൽ. ഓക്കെ, ഒന്നാമത്തേതായിരുന്നു പെരിയാറാണ്. ഒന്നാമത് പെരിയാറാണ്. പെരിയാർ 244 കിലോമീറ്റർ. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം, കൊടുങ്ങല്ലൂർ കായലിൽ പതനം. രണ്ടാമത്തത് ഭാരതപ്പുഴ 209 കിലോമീറ്റർ. ആനമലയിൽ നിന്ന് ഉത്ഭവം, അറബിക്കടലിൽ പതനം. ഓക്കെ, പമ്പ മൂന്നാമത്തതാണ്. പമ്പ 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, പമ്പയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പുളിച്ചിമലയാണ്. പുളിച്ചിമല. പതനം എവിടെയാണ്? വേമ്പനാട് കായലിലാണ് പതനം. പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവം, വേമ്പനാട്ട് കായലിൽ പതനം. ഏത് നദിയാണ്? പമ്പയാണ്. പമ്പ. ഓക്കെ, 176 കിലോമീറ്റർ. നാലാമത്തെയാണ് ചാലിയാർ. 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ. ഇളമ്പളേരി കുന്നിൽ നിന്നാണ് ഉത്ഭവം. പതനം എവിടെയാണ്? അറബിക്കടലാണ്. അറബിക്കടലിൽ അപ്പോൾ വേറൊരു നദിയും കൂടി പതനം ഉണ്ടായിരുന്നല്ലോ, അതേതായിരുന്നു? ഭാരതപ്പുഴയാണ്. ഉത്ഭവം ആനമല. ചാലിയാർ, ഇളമ്പലേരി കുന്ന്, ഉത്ഭവം, പതനം അറബിക്കടൽ. ഓക്കെ, ചാലക്കുടി പുഴ അഞ്ചാമത്തതാണ്. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴ. ഓക്കെ, ആനമലയിൽ നിന്ന് ഉത്ഭവം, അതുപോലെ കൊടുങ്ങല്ലൂർ കായലിൽ പതനം. ഓക്കെ, അപ്പോൾ ആനമലയിൽ നിന്നുള്ള ഉത്ഭവം മറ്റൊരു നദിയും കൂടി ഉണ്ടായിരുന്നത് ഏതായിരുന്നു? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ചാലക്കുടിപ്പുഴയും ഭാരതപ്പുഴയും ഉത്ഭവം ആനമലയിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ കായലിലാണ് പതനം. ചാലക്കുടി പുഴയുടെ പതനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ്. കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്ന മറ്റൊരു നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ. അതിന് ഉത്ഭവം ശിവഗിരി മല. ഓക്കെ, ഇനി ചെറിയ നദികൾ ഏതൊക്കെയാണ്? അയിരൂർ നദി വെറും 17 കിലോമീറ്ററേ ഉള്ളൂ. അയിരൂർ നദി എവിടെയാണ് ഉത്ഭവം? ഉത്ഭവം എന്ന് പറയുന്നത് നാവായിക്കുളം. ഇടവ നടയറ കായൽ. പതനം എവിടെയാണ്? ഇടവ നടയറ കായൽ. നാവായിക്കുളത്തിൽ നിന്ന് ഉത്ഭവം, പതനം ഇടവ നടയറ കായൽ, പതനം. ഓക്കെ, അയിരൂർ നദി 17 കിലോമീറ്റർ. മഞ്ചേശ്വരം നദി 16 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം നദി. 16 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ഉത്ഭവം എന്ന് പറയുന്നത് ബാലപ്പൂണിക്കുന്നുകളാണ്. പതനം എവിടെയാണ്? ഉപ്പളക്കായലിൽ പതനവും, ബാലപ്പൂണിക്കുന്നുകളിൽ നിന്നുള്ള ഉത്ഭവവും എവിടെയാണ്? ഏതാണ് നദി? മഞ്ചേശ്വരം നദി. 16 കിലോമീറ്റർ. അയിരൂർ നദിയും മഞ്ചേശ്വരം നദിയും 1 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി ഏതാണ്? പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി പെരിയാറും പറയുന്നുണ്ട്, അതേപോലെ ചാലിയാറും പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ശാസ്ത്രീയ കൃഷി രീതികൾ. എപ്പികൾച്ചർ എന്താണ്? എപ്പികൾച്ചർ തേനീച്ചയാണ്. തേനീച്ച കൃഷിയാണ് എപ്പികൾച്ചർ. വിറ്റികൾച്ചർ എന്താണ്? മുന്തിരിയാണ്. വിറ്റികൾച്ചർ മുന്തിരി. ഒലേറി കൾച്ചർ എന്താ? ഒലേറി കൾച്ചർ പച്ചക്കറിയാണ്. ഒലേറി പച്ചക്കറി. സെറികൾച്ചറോ? പട്ടുനൂൽ പുഴുവാണ്. സെറികൾച്ചർ പട്ടുനൂൽ പുഴു. കൂണി കൾച്ചർ നമ്മൾ കഴിക്കും കൂൺ കൃഷിയാണ്. തെറ്റാണ്. കൂണി എന്നാണ്. കൂണി. അപ്പൊ അത് മുയൽ കൃഷിയാണ്. കൂണി കൾച്ചർ മുയൽ കൃഷി. പിസി കൾച്ചർ മത്സ്യം. സിൽവി കൾച്ചർ എന്താ? സിൽവി കൾച്ചർ വനപരിപാലനമാണ്. വനപരിപാലനം. വെർമി കൾച്ചർ മണ്ണിര. ഓക്കെ,
എപ്പികൾച്ചർ തേനീച്ച, വിറ്റി കൾച്ചർ മുന്തിരി, ഒലേറി കൾച്ചർ പച്ചക്കറി, കൂണി കൾച്ചർ മുയൽ, സിൽവി കൾച്ചർ വന്യപരിപാലനം, മഷ്റൂം കൾച്ചർ കൂണ്, ഏവി കൾച്ചർ പക്ഷിയാണ്, മോറി കൾച്ചർ ഏതാ? മോറി എന്ന് പറയുന്നത് മൾബറി ആണ്. മോറി കൾച്ചർ എന്ന് പറയുന്നത് മൾബറിയാണ്, മൾബറി. ഹോർട്ടികൾച്ചറോ? ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് പഴം പച്ചക്കറിയാണ്. ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി. ടിഷ്യൂ കൾച്ചർ എന്താ? ടിഷ്യൂ കൾച്ചർ കോശത്തിൽ നിന്നും അനേകം പതിപ്പുകളാണ് ടിഷ്യൂ കൾച്ചർ. ഫ്ലോറി കൾച്ചർ എന്താ? പൂന്തോട്ടാണ്. ഫ്ലോറി കൾച്ചർ പൂന്തോട്ടം. മാരി കൾച്ചർ എന്താ? മാരി കൾച്ചർ എന്ന് പറയുന്നത് കടൽ വിഭവങ്ങളാണ്. കടൽ വിഭവങ്ങൾ മാരി കൾച്ചർ. മാരി ഓക്കെ, കടലിൽ നിന്നുള്ള വിവാഹം മാരി കൾച്ചർ കടൽ വിഭവങ്ങളാണ്. ഫ്ലോറി കൾച്ചർ പൂന്തോട്ടമാണ്. മോറി കൾച്ചർ മൾബറി. അതുപോലെ സിൽവി കൾച്ചർ എന്ന് പറയുന്നത് വനപരിപാലനം, കൂണി കൾച്ചർ മുയല്, ഒലേറി കൾച്ചർ പച്ചക്കറി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് തിണകൾ. തിണകൾ എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, തിണ പ്രദേശം ആരാധന മൂർത്തി. ഓക്കെ, കുറിഞ്ചി തിണ പ്രദേശം ഏതാണ്? പർവ്വത പ്രദേശമാണ്. മൗണ്ടെയിൻ റീജിയൻസ്. കുറിഞ്ചി പർവ്വത പ്രദേശം, മൗണ്ടെയിൻ റീജിയൻസ്. അവരുടെ ആരാധന മൂർത്തിയാണ് ചേയോൻ എന്നുള്ള ആരാധന മൂർത്തിയുള്ള തിണ ഏതാണ്? കുറിഞ്ചിയാണ്. മൗണ്ടെയിൻ റീജിയൻസിലുള്ള കുറിഞ്ചിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മുല്ലൈ എവിടെയാണ്? കുന്നുകളും താഴ്വരകളും. ഈ മുല്ലൊക്കെ വളരുന്നത് കുന്നുകളിലും താഴ്വരകളിലാണെന്ന് ഓർത്തിച്ചാൽ മതി. അപ്പൊ മുല്ലൈ കുന്നുകളും താഴ്വരകളും. അവരെ ആരാധന മൂർത്തി ആരാണ്? മായോനാണ്. മായോൻ. നെക്സ്റ്റ് ആണ് പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശം. ഈ പാലക പശു, അപ്പൊ ഈ പശുവൊക്കെ പാല് പശുവിൽ നിന്നാണല്ലോ. അപ്പൊ പശു വരണ്ട പ്രദേശത്താണ് ഗ്രേസിങ് നടത്തുന്നത്, പുല്ല് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശം. കൊറ്റവൈ ആണ് അവരെ ആരാധന മൂർത്തി, കൊറ്റവൈ. നെക്സ്റ്റ് ആണ് മരുതം. ടോട്ടൽ 5 തിണകളാണുള്ളത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തൽ. മരുതം എന്ന് പറയുന്നത് നദീതട സമതലാണ്, കൃഷിഭൂമിയാണ് മരുതം. അപ്പോൾ അവരുടെ ആരാധന മൂർത്തിയാണ് വേന്തനാണ് അവരുടെ ആരാധന മൂർത്തി. 5ാമത്തത് നെയ്ത്തലാണ്. നെയ്ത്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. നെയ്ത്ത് വല നെയ്യുന്നത്, അപ്പൊ അത് തീരപ്രദേശം. അവരെ ആരാധന മൂർത്തിയാണ് കടലോണ്. എളുപ്പമാണ്, കാരണം കടൽ. ഓക്കെ, നെയ്ത്തൽ തീരപ്രദേശമായിട്ട് തീരമായിട്ട് ലിങ്ക്ഡ് ആണ് കടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെയ്ത്തൽ തീരപ്രദേശം, കടലോൺ. മരുതം നദീതട സമതലാണ്, കൃഷിഭൂമിയാണ് ഉദ്ദേശിച്ചത്. വേന്തനാണ് അവരുടെ ആരാധനമൂർത്തി. പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. ഒറ്റവയാണ് അവരുടെ ആരാധനമൂർത്തി. മുല്ലൈ എവിടെയാണ്? കുന്നുകളിലും താഴ്വരകളിലുമാണ് ജീവിക്കുന്നത്. അവരുടെ ആരാധനമൂർത്തി മായോൻ. കുറിഞ്ചി പർവ്വത പ്രദേശത്താണ് താമസിക്കുന്നത്. അവരുടെ ആരാധനമൂർത്തി ചേയോൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് കേരളത്തിലെ പ്രധാന നൃത്ത രൂപങ്ങൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ. ഓക്കെ, ആദ്യത്തെ ഗദികയാണ്. ഗദിക എവിടെയുള്ളതാണ്? വയനാടാണ്. ഗദിക വയനാട്. മീനാക്ഷി യക്ഷഗാനം എവിടെയാണ്? യക്ഷഗാനം കാസർഗോഡാണ്. വളരെ ഫേമസ് ആണ് യക്ഷഗാനം കാസർഗോഡ്. ഗദിക എവിടെയാണ്? വയനാട്. മീനാക്ഷി കല്യാണം എവിടെയാണുള്ളത്? മീനാക്ഷി കല്യാണം എന്ന് പറയുന്നത് പാലക്കാടാണുള്ളത്. മീനാക്ഷി കല്യാണം പാലക്കാട്. പടയണി സ്ഥലങ്ങൾ എവിടേക്കാണ്? പടയണി പത്തനംതിട്ട, കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് പടയണി പത്തനംതിട്ടയിലെ കടമ്മനിട്ട അതുപോലെ ഓതറയിലാണ് പടയണി ഉള്ളത്. അടുത്തത് അർജുന നൃത്തം എവിടെയാണ്? അർജുന നൃത്തം കോട്ടയം അതുപോലെ ആലപ്പുഴ. ഓക്കെ, കോട്ടയവും ആലപ്പുഴയുമാണ്. അക്ഷരനഗരി എന്ന് അറിയപ്പെടുന്നത് കോട്ടയം അല്ലേ? അപ്പൊ കോട്ടയം ആലപ്പുഴയിലാണ് അർജുന നൃത്തം. പടയണിയുടെ സ്ഥലങ്ങൾ പത്തനംതിട്ടയിലെ കടമ്മനിട്ടയിലും അതേപോലെ ഓതറയിലും. മീനാക്ഷി കല്യാണം പാലക്കാടാണ്. യക്ഷഗാനം കാസർഗോഡിലാണ്. ഗദിക വയനാട്ടിലാണ്. തെയ്യം കണ്ണൂരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പുലിക്കളി തൃശ്ശൂരാണ്. ഓക്കെ, പുലിക്കളി തൃശ്ശൂര്. കുമ്മാട്ടിക്കളിയും തൃശ്ശൂരാണ്. കുമ്മാട്ടിക്കളിയും പുലിക്കളിയും തൃശ്ശൂരിലാണ്. ഓക്കെ, കന്യാർ കളി എവിടെയാണ്? കന്യാർ കളി പാലക്കാടാണ്. അപ്പൊ കന്യാർ കളിയും അതേപോലെ മീനാക്ഷി കല്യാണം പാലക്കാടിലാണ്. കുതിരക്കളി മലപ്പുറം. കാക്കാരിശി നാടകം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കാക്കാരിശി നാടകം തിരുവനന്തപുരത്ത്. പോരാട്ട് നാടകം എവിടെയാണ്? പോരാട്ട് നാടകം പാലക്കാടാണ്. അപ്പൊ കന്യാർ കളി, പോരാട്ട് നാടകം അതുപോലെ മീനാക്ഷി കല്യാണം പാലക്കാടാണ്. ഓക്കെ, നീലംപേരൂർ പടയണി. ഈ പടയണി തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പത്തനംതിട്ട, കടമ്മനിട്ട, ഓതറയിലാണ്. പക്ഷെ നീലംപേരൂർ പടയണി എവിടെയാണുള്ളത് ചോദിച്ചാൽ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ നീലംപേരൂരിലാണ്. നീലംപേരൂർ
പടയണയുള്ളത്. ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ നീലം പേരൂരിൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് മൂലകങ്ങളും ആറ്റോമിക് നമ്പറുകളും. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 1 1. ഹീലിയം 2. ലിഥിയം Li 3. ഹൈഡ്രജൻ H ആണ് 1. ഹീലിയം He ആണ്, ആറ്റോമിക് നമ്പർ 2. ലിഥിയം Li 3. ബെറീലിയം Be ആണ് 4. ആറ്റോമിക് നമ്പർ എത്ര? 4. ബോറോൺ B ആണ്, ആറ്റോമിക് നമ്പർ 5 ആണ്, 5. കാർബൺ ആറ്റോമിക് നമ്പർ എത്രയാ? C 6 ആണ്, 6. 7ാമത്തെ നൈട്രജൻ ആണ്, N. ഓക്സിജൻ O ആണ്, 8. 8ാമത്തെ 8 ആറ്റോമിക് നമ്പർ ആയിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. 9ാമത് ഫ്ലൂറിൻ ആണ്, ഫ്ലൂറിൻ 9. ഓക്കെ, നിയോൺ Ne 10 ആണ് ആറ്റോമിക് നമ്പർ. നിയോൺ 10 ആണ് ആറ്റോമിക് നമ്പർ. സോഡിയം Na 11 ആണ്, 11. മഗ്നീഷ്യം Mg 12 ആണ് ആറ്റോമിക് നമ്പർ. അലൂമിനിയം Al ആണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എത്രയാ? 13 ആണ്. അലൂമിനിയം Al 13 ആറ്റോമിക് നമ്പർ. സിലിക്കൺ Si ആറ്റോമിക് നമ്പർ 14 ആണ്, 14. ഫോസ്ഫറസ് പിയുടെ ഫോസ്ഫറസിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്, 15. ഫോസ്ഫറസ് 15 ആറ്റോമിക് നമ്പർ 15 പി. സൾഫർ S ആറ്റോമിക് നമ്പർ എത്രയാ? 16 ആണ്. ക്ലോറിൻ Cl ആറ്റോമിക് നമ്പർ 17 ആണ്. ആർഗൺ Ar ആറ്റോമിക് നമ്പർ എത്രയാ? 18 ആണ്. 19 പൊട്ടാസ്യം K എന്നാണ് ആറ്റോമിക്, അതിന്റെ സിമ്പിൾ K. പൊട്ടാസ്യം K ആറ്റോമിക് നമ്പർ 19 ആണ്. കാൽസ്യം Ca ആറ്റോമിക് നമ്പർ എത്ര? 20 ആണ്, 20. ടൈറ്റാനിയം Ti 22 ആണ് ആറ്റോമിക് നമ്പർ. അയേൺ Fe ആണ്, അതിന്റെ ആറ്റോമിക് നമ്പർ എത്ര? 26 ആണ്, 26. കോപ്പർ Cu എന്നാണ്, കുപ്രം. ഓക്കെ, 29 ആണ് ആറ്റോമിക് നമ്പർ. ടെക്നീഷ്യം Tc 43 ആണ് ആറ്റോമിക് നമ്പർ, 43 ടെക്നീഷ്യം Tc. സിൽവർ Ag എന്നാണ് അറിയപ്പെടുന്നത്. Ag എന്നറിയപ്പെടുന്നത് ഏതാ? സിൽവർ ആണ്, സിൽവർ ആറ്റോമിക് നമ്പർ എത്ര? 47, 47 സിൽവർ. ടിന്ന് Sn ആണ്. ഓ, സിമ്പിൾ എന്ന് പറയുന്നത് Sn ആണ്, Sn. ആറ്റോമിക് നമ്പർ 50 ആണ്, 50. ടങ്സ്റ്റൺ W എന്നുള്ള സിമ്പിളിലുള്ളത് ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 74 ആണ്, 74. പ്ലാറ്റിനം Pl ആണ്, Pl പ്ലാറ്റിനം 78 ആണ്, 78. സ്വർണം Au എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. സിൽവർ Ag ആണ്, 47. സ്വർണം Au 79 ആണ്, 79 സ്വർണം Au. മെർക്കുറി Hg 80 ആണ്, 80. ലെഡ് Pb 82. യുറേനിയം U 92. ഐൻസ്റ്റീനിയം Es 99. ഫെർമിയം Fm 100. മെന്റലീവിയം Md 101. Thank you so much for listening me. We'll see you next video. Thank you very much. Bye.